എം ലിജു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വിവിധങ്ങളായ പദവികൾ വഹിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി, പിന്നെ അത് കഴിഞ്ഞ് KPCCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി ഒക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിന് ജനവിധി പലപ്പോഴും എതിരായിരുന്നു. എന്നിട്ടാണ് അദ്ദേഹം ഒടുവിൽ കായംകുളത്ത് നിന്ന് ജയിക്കുന്നതും ജയിച്ചപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിലെ ഒരു മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്യുകയുണ്ടായി. സാധാരണ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഒരുപാട് വാശിയും പകയും ദേഷ്യവും കുറുമ്പും കുഞ്ഞായ്മയും കുലിക്കിത്തുപ്പലും ഒക്കെയുള്ള നമ്മുടെ KT ജലീൽ പോലും വളരെ സമഭാവനയുടെ സമന്വയത്തിൻ്റെ പോസ്റ്റൊക്കെയാണ് ഇട്ടത്. അതുപോലെ തന്നെ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് സഖാവ് പിണറായി വിജയനും അതോടൊപ്പം തന്നെ ഗോവിന്ദൻ മാഷും ഒക്കെ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ സ്വന്തം മണ്ഡലത്തിൽ തന്നെ തോൽപ്പിച്ച ആൾ മന്ത്രിയായതോടുകൂടി നമ്മുടെ പ്രതിഭ മാഡം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ലൈവ് ചെയ്യുകയുണ്ടായി. സത്യം പറഞ്ഞാൽ ഈ പരാജയപ്പെട്ടവർ കുറഞ്ഞത് ഒരു 2 മാസം 3 മാസമെങ്കിലും എടുക്കാതെ അവരുടെ പരാജയത്തിൻ്റെ കാര്യങ്ങൾ ആരോടും പറയുക പോലും ചെയ്യരുത്. കാരണം സവിശേഷമായ ഒരു മാനസികാവസ്ഥയിൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തികച്ചും കിളിപോയ ഒരവസ്ഥയിലാണ് അവരുണ്ടാവുക. ആ മാനസിക രോഗാവസ്ഥയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ വസ്ത്രം ധരിക്കും, വയറ് നിറച്ച് ചിലപ്പോൾ വയററിയാതെ ആഹാരം കഴിക്കും, എല്ലാവരുടെ മുന്നിലും ചിരിക്കും, വർത്തമാനം പറയും, ഒരസുഖവുമില്ലെന്ന് തോന്നിപ്പിക്കും. പക്ഷേ ഇൻറ്റേർണലി അങ്ങനെ ആകുന്നവർ, ഞാൻ ഒരാളുടെ കാര്യമല്ല പറഞ്ഞ്, ഒട്ടുമിക്ക ആളുകളും ആ ഒരവസ്ഥയിലായിരിക്കും. നമ്മുടെ TN പ്രതാപൻ സാറൊക്കെ പരാജയപ്പെട്ട് പറഞ്ഞത് കേട്ടില്ലേ, എൻ്റെ ആ വോട്ടെണ്ണിയില്ല, ഈ വോട്ടെണ്ണിയില്ല, ഞാൻ കോടതിയിൽ പോവും, സുപ്രീം കോടതിയിൽ പോവും എന്നൊക്കെ പറയുന്നതെല്ലാം ഈ മറ്റേത് പറന്നു പോയി നിൽക്കുന്ന അവസ്ഥയായതുകൊണ്ടാണ്. പക്ഷേ പ്രതിഭാരിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരും നിയന്ത്രിക്കാനോ പറയാനോ അല്ലെങ്കിൽ പറഞ്ഞാൽ അതങ്ങനെയാണെന്ന് സമ്മതിക്കാനോ ഒന്നും മനസ്സില്ലാത്ത വളരെ എന്താ പറയുന്നത് ഒരു ഫ്ലൈയിങ് പൊളിറ്റീഷ്യനാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വന്ന് വളരെ മാരകമാം വിധം ഒരു ലൈവ് ചെയ്തിരുന്നു. ആ ലൈവ് ഒന്ന് കേൾക്കേണ്ടതാണ്. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള, അതായത് ഒരുപാട് പേര് മാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ ഈ ലൈവ് എന്നുള്ളത് കൊണ്ട് എനിക്കറിയാം. ഈ ലൈവ് ഒരുപാട് പേര് തത്സമയം കാണാൻ സാധ്യതയില്ലാത്തൊരു ലൈവാണ്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈമാണല്ലോ കേരളത്തെ സംബന്ധിച്ച്. കേരളത്തെ സംബന്ധിച്ചുള്ള ടൈമിലൊന്നും അങ്ങനെ ലൈവ് ഇതിനു മുമ്പ് പ്രതിഭാ ഹരിമാടൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ താൻ ആരാലാണോ തോൽപ്പിക്കപ്പെടുന്നത്, ആ തോൽവിക്ക് കാരണമായ ആൾ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയമായതുകൊണ്ടാണ് ഈ ലൈവിലേക്ക് വരുന്നത്. അങ്ങനെ പ്രതിഭാ മാഡം ലൈവിലേക്ക് വന്നതെല്ലാം വ്യക്തിപരമായി വേദനിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായി പെയിൻ തോന്നുന്ന സന്ദർഭങ്ങളിലാണ്. അതുകൊണ്ട് കേരളമാകെ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു സമയമായതുകൊണ്ടല്ല, മറിച്ച് എന്നെ തോൽപ്പിച്ച ലിജു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്താണ് ഞാൻ വരുന്നത് എന്നാണ് പറയേണ്ടത്. പുതിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അതിൽ ഞാനിപ്പോൾ ഈ ലൈവിൽ വരാൻ പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ കായംകുളത്തും പുതിയതായിട്ട് UDFന്റെ സ്ഥാനാർത്ഥി ജയിച്ചു, MLA ആയി, മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു എന്ന വാർത്ത അറിയുമ്പോൾ തീർച്ചയായിട്ടും കായംകുളത്തിന് ഒരുപാട് പുതിയ പരിഗണന ഈ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വിജയവും പരാജയവും ഒക്കെ എന്നിട്ടും ആ ജയിച്ച ആളിൻ്റെ പേര് പോലും ഒന്ന് പറയാൻ ഒരു മനസ്സ് വരുന്നില്ല. എതിർ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ആ മനസ്സിൻ്റെ ഒരു പ്രക്ഷുബ്ധത നമ്മൾ കാണേണ്ടത്. സമയത്തിന്റെ ഇരുവശം പോലെ തന്നെയാണ്, വിജയിക്കാം പരാജയപ്പെടാം. പക്ഷേ ഒരാൾ വിജയിച്ചു കഴിഞ്ഞാൽ ആ നാടിനു വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നിയുക്ത MLA ആയി വന്ന് ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത കായംകുളത്തിന്റെ പുതിയ MLAക്ക്, മന്ത്രിക്ക് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഫ്രം മൈ ഹാർട്ട്. കാരണം ഒരു ഹാർഡ് വർക്കിന്റെ അല്ലെങ്കിൽ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഒരു വിജയമാണ് UDFനോട് കിട്ടിയിരിക്കുന്നത്. ഒപ്പം ധാരാളം കള്ളപ്രചരണങ്ങൾ എനിക്കെതിരെ നടത്തിയിട്ടുണ്ട്. എന്നെ തന്നെ അറിയാവുന്ന പല സുഹൃത്തുക്കളും പറഞ്ഞത്, പ്രതിഭ 2 തവണ ജയിച്ചല്ലോ, ഇനി ഒരു തവണ
ഒരവസരം എനിക്ക് തരണം എന്ന് തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള നമ്മുടെ കായംകുളത്തിന്റെ MLA അദ്ദേഹത്തിന്റെ പ്രചരണ വേളയിൽ പറഞ്ഞത് നമ്മൾ പരസ്യമായി നമ്മൾ കേട്ട കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു സഹതാപ തരംഗം. പ്രതിഭ ഒരു വലിയ വില്ലത്തിയുടെ സ്ഥാനത്ത് വന്നു, 2 തവണ MLA ആയിട്ടുള്ള പ്രതിഭ. അതേസമയം നമ്മൾക്കറിയാം തൊട്ടടുത്ത മണ്ഡലമായിട്ടുള്ള ഹരിപ്പാടാണെങ്കിലും ഒക്കെ തന്നെ സിറ്റിംഗ് MLA മാർ എത്രയോ കാലമായിട്ടുള്ളവർ മത്സരിച്ചപ്പോൾ അവിടെ സഖാവ് ജിസ്മോനെ പോലുള്ളവരൊന്നും ഇത്തരത്തിലൊരു ക്യാമ്പയിൻ അവരെടുത്തിട്ടേ ഇല്ല. അത് ആണ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ക്യാമ്പയിൻ ചെയ്തു. കായംകുളത്തെ പ്രിയപ്പെട്ട ജനങ്ങളോടാണ്, 61,000 പേരോടാണ്, എന്നോടൊപ്പം നിന്ന് 61,000 പേരോടാണ് പറയാനുള്ളത്. നിങ്ങൾ തന്ന അകമഴിഞ്ഞ പിന്തുണ, കലർപ്പില്ലാത്ത സ്നേഹം, പരസ്പര ബഹുമാനം, ഇതിനൊക്കെ എന്നും ഞാൻ നിങ്ങളോടൊക്കെ കടപ്പെട്ടിട്ടുണ്ടാവും. നമ്മളെല്ലാം പരസ്പര സുഖദുഃഖങ്ങളിൽ ഇനിയും ഒന്നായിട്ട് ഹൃദയത്തോട് ചേർന്ന് തന്നെ ഉണ്ടാകും എന്ന് നിങ്ങളോട് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട മുൻ MLA പ്രതിഭാരിയോടാണ്. നിങ്ങൾ 10 വർഷം അവിടെ ജനപ്രതിനിധിയായിരുന്നു. ആദ്യത്തെ 5 വർഷം കഴിഞ്ഞ് വീണ്ടും 5 വർഷം കൂടി തുടർന്നു. നമ്മൾ ജനപ്രതിനിധിയായി തുടരുന്ന ദൈർഘ്യം കൂടുന്നതനുസരിച്ച് നമ്മളെക്കുറിച്ചുള്ള ഒരു റെസിപ്രോക്കേറ്റീവ് ഫീലിംഗ് കൂടുതൽ വന്നുകൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പരാജയ കാരണം 2 തവണ പ്രതിഭ MLA ആയില്ലേ, അതുകൊണ്ട് ഇനി എനിക്കൊരു അവസരം നൽകൂ എന്ന് പറഞ്ഞ് അങ്ങനെ ചിത്രീകരിച്ചതോ, അല്ലെങ്കിൽ കേവലം ഒരു ഇലക്ഷന് മാത്രം ഇറങ്ങി ഒരാളിനെയും ഒരാൾക്കും വില്ലനും വില്ലത്തിയുമായിട്ടൊന്നും ചിത്രീകരിക്കാനാവില്ല. ഇതൊരു തുടർച്ചയാണ്. നമ്മളെ ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ എത്രത്തോളം ഈ യാന്ത്രികതയാണെന്ന് ആളുകൾക്ക് തോന്നുന്നു, ആത്മാർത്ഥതയില്ലാത്തതാണെന്ന് തോന്നുന്നു. അവരാരും അപ്പോൾ പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും കാണിക്കില്ല. അവർ എന്തു ചെയ്യും? നേരെ തിരിച്ച് തീരുമാനമെടുക്കും. പിന്നെ ഈ ലിജുവിന് ഭൂരിപക്ഷം കിട്ടിയ, അല്ലെങ്കിൽ ഗണ്യമായി ഭൂരിപക്ഷം പിന്നെ പ്രതിഭയ്ക്ക് നഷ്ടപ്പെട്ട ഈ പത്തിയൂർ അതുപോലെ തന്നെ ചെട്ടികുളങ്ങരയൊക്കെ പഞ്ചായത്തുകളിൽ അവരൊന്നും കേവലം ഇതുപോലത്തെ ഒരു പ്രസ്താവന കേട്ട് നിലപാട് മാറ്റുന്ന കമ്മ്യൂണിസ്റ്റുകാരല്ല. നിങ്ങളെ പരാജയപ്പെടുത്തിയതിൽ എല്ലാ ജനങ്ങളോടുമൊപ്പം ഉറച്ച നിങ്ങളുടെ പാർട്ടിക്കാരായ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് പോലും നിങ്ങൾ സ്വീകാര്യ അല്ലാതായി എന്നതാണ് ഒരു സത്യം. അതിനിപ്പോൾ ജയിച്ച ആളിനെ തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ക്യാമ്പയിൻ നടത്തിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇലക്ഷന് മത്സരിക്കുന്നവർ എങ്ങനെയും ജയിക്കാൻ നോക്കും. ഒരു പ്രസംഗത്തിൽ ഒരു ലീഗുകാരൻ നടത്തിയ അനാവശ്യമായ പരാമർശം, അതിനെത്ര വികാരനിർഭരമായിട്ടാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടൊക്കെ പ്രതിഭ പ്രതികരിച്ചത്. പ്രതിഭ മാത്രമാണോ? കേരളത്തിൽ മൊത്തം അത് വലിയ വിഷയമായില്ലേ? അയാളെ പാർട്ടിയിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? ഒരു പ്രസംഗത്തിലെ ശരിയല്ലാത്ത പരാമർശം, അത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല, ഒട്ടും ശരിയല്ലാത്ത പരാമർശമാണ്. പക്ഷേ ആ പരാമർശത്തിന് കിട്ടിയ, അല്ലെങ്കിൽ അതിന് നൽകിയ ഒരു മാനവും അതിന് നൽകിയ ഒരു സ്റ്റാൻഡും ഒക്കെ എത്ര വലുതാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സമീപ മണ്ഡലമായതുകൊണ്ട് ചില കാര്യങ്ങളുള്ളത് ഈ ജനങ്ങൾ ഒട്ടും പൊറുക്കാത്തൊരു കാര്യമാണ്. ഈ അവിവേകം, അഹങ്കാരം, അനാവശ്യം. ഇത് ഒരാളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുണ്ടായാൽ മതി, അത് കാട്ടുതീ പോലെ അങ്ങ് പടർത്തപ്പെടും. അതിനൊരു ഉദാഹരണമാണ് ആ മകനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് ആളുകൾക്ക് സഹതാപവും പ്രയാസവുമാണ് ഈ സാമൂഹ്യ മാധ്യമത്തിലല്ലാത്തൊരു സമൂഹമുണ്ടല്ലോ. സാമൂഹ്യ മാധ്യമത്തിൽ എഴുതുന്നവർ അതേ ഭാഷയിൽ മറുപടി പറയും, തരംതാണ ഭാഷയിൽ ആക്ഷേപിക്കും. അതിനവർക്ക് പ്രത്യേകിച്ച് ജാതിയും മതവും പാർട്ടിയൊന്നുമില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചവരെയും വിളിച്ച തെറിയും ഭാഷയൊക്കെ എന്താ. പക്ഷേ അവരല്ലാത്തൊരു സമൂഹം ഇത് നോക്കിയിരുന്നു. ഇപ്പം ഞാനൊക്കെ ഇത് വളരെ ഒരു വൈകാരികമായ സംഗതിയായിട്ടാണ് കണ്ടത്. ഒരു മകനിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെ ഒരു ചെറിയ പ്രശ്നം പോലും ഉണ്ടാകുമ്പോൾ ഒരു അമ്മ നേരിടേണ്ടി വരുന്ന ഒരു സംഘർഷത്തെക്കുറിച്ചാണ്. പക്ഷേ അതിനോട് നിങ്ങൾ റിട്ടാലിയേറ്റ് ചെയ്തത് എങ്ങനെയാണ്? ഉടനെ അതിനകത്ത് ചാനലുകാരെ അങ്ങനെ പറഞ്ഞു, അത് കഴിഞ്ഞ് ആ ചാനലിനകത്തുള്ള ചിലരുടെ പേരെടുത്ത് കാട്ടി അങ്ങനെ കുറേ ന്യായങ്ങൾ പറഞ്ഞു. അതും കഴിഞ്ഞിട്ട് പിന്നെന്താണ്, അതിന് കേസെടുത്ത എക്സൈസ് ഇൻസ്പെക്ടറെ ഓടിച്ചു ചാടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ജനം പൊറുക്കുന്നതല്ല. പിന്നെ വികസനത്തിൻ്റെ കാര്യം കുറേ ഇതിൽ പറയുന്നുണ്ട്. വികസനം കുറേ കാര്യങ്ങൾ മണ്ഡലത്തിൽ അവിടെ ഇവിടെയൊക്കെ റോഡും മറ്റേതുമൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ കായംകുളത്തിൻ്റെ ഒരു സിഗ്നേച്ചർ സ്ഥലമാണ് ആ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്. കായംകുളം എന്ന് പറയുമ്പോൾ ദേശീയപാതയിലൂടെ പോകുന്നവർക്കും എല്ലാവർക്കും ഒരു സിഗ്നേച്ചർ പോയിൻ്റായി തോന്നുന്നത് ആ KSRTC ബസ് സ്റ്റാൻഡാണ്. അതൊന്ന് ഭംഗിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ കുറവാണ്. ഞാൻ പറഞ്ഞത് അത്തരം ചില സംഗതികളാണ് അതിലുള്ളത്. പക്ഷേ മൊത്തത്തിൽ
നിങ്ങളെ ഈ മണ്ഡലം ഈ തവണ കൈവിടാൻ തീരുമാനിക്കപ്പെട്ടു എന്നുള്ളതാണൊരു സത്യം. അതിൽ നിങ്ങൾ മാത്രം വളരെ വികാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇരവിപുരത്ത് 24 മണിക്കൂറും കാറിലൂടെ ഓടി നടന്ന നൗഷാദ് അടക്കമുള്ള MLA മാർ തോറ്റ തെരഞ്ഞെടുപ്പാണ്. 102 സീറ്റുകളാണ് എതിർ പാർട്ടി പിടിച്ചത്. പക്ഷേ നിങ്ങൾക്ക് മാത്രം ആ തോൽവി അംഗീകരിക്കാൻ കഴിയാതെ വീണ്ടും വീണ്ടും വൈകാരികമായി ജയിച്ച ആളിനെതിരെ ആരോപണവും ആക്ഷേപവും ഉന്നയിക്കുന്നതിൽ ഒരു കാര്യമില്ല. തോൽവിയെ തോൽവിയായി അംഗീകരിക്കുക, ഉൾക്കൊള്ളേണ്ടതുണ്ടെങ്കിൽ ഉൾക്കൊള്ളുക, അല്ലാത്തത് അവഗണിക്കുക. നമ്മൾ നിൽക്കാൻ ഇഷ്ടത്തോടെ ആഗ്രഹിക്കുന്ന ഏത് സെഗ്മെൻറ്റാണ്, പൊളിറ്റിക്സ് ആണോ പൊതുപ്രവർത്തനമാണോ, അതിൽ തുടർന്ന് നിൽക്കുക. അതുകൊണ്ട് ഒരു 2-3 മാസത്തേക്ക് ഒന്നും സംസാരിക്കാതിരിക്കലാണ് നല്ലത്. ഇനി 5 വർഷം കഴിഞ്ഞുള്ളേ ഉള്ളൂ എന്തായാലും തിരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞ് സംസാരിക്കുമ്പോഴാണ് പോയ കിളിയൊക്കെ തിരിച്ചു വന്ന് ഭംഗിയായി സംസാരിക്കാൻ കഴിയുക.